പണിയെടുത്ത ആളുകൾക്ക് കൂലി കൊടുക്കുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ വളരെ പ്രമാദമായിട്ടുള്ളൊരു വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം. പണിയെടുത്ത ആളുകൾക്ക് കൂലി കൊടുക്കണം. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും 10 പൈസ തൊഴിലാളിക്ക് കൂട്ടിക്കൊടുത്തില്ല എന്നുള്ള വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമല്ല എന്ന് വാരിക്കോരി കൊടുക്കുന്ന ആളുകളുടെ സാഹചര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. മുഖ്യമന്ത്രിക്ക് എന്താ പറയുക, വാഴ്ത്തുപാട്ട് പാടുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുക. പാവപ്പെട്ട ഇന്ന് പണിയെടുത്താൽ അല്ലെങ്കിൽ ഇന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നാളെ പട്ടിണി കിടക്കേണ്ടി വരുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് ഈ ഗവൺമെൻറ് ശമ്പളം കൊടുക്കാതിരിക്കുന്നത്. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നാലെ സ്കൂൾ പാചക തൊഴിലാളികളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അണിനിരന്നിരിക്കുകയാണ്. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാചക തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സമരത്തോട് അപ്പാടെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ്. സമരത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നില്ല, അതിനെ നിരന്തരം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പാചക തൊഴിലാളികളും ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ ഇപ്പോൾ ATUC നേതാവ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിലവിൽ പാചക തൊഴിലാളികൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഇവരെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് തൊഴിലാളികൾക്ക് പണിയെടുത്ത ശമ്പളം യഥാസമയം കിട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തതാണ്, കഴിഞ്ഞ 4 വർഷമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ അത് മാറ്റണം. പണിയെടുത്ത ആളുകൾക്ക് കൂലി കൊടുക്കുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ വളരെ പ്രമാദമായിട്ടുള്ളൊരു വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം. പണിയെടുത്ത ആളുകൾക്ക് കൂലി കൊടുക്കണം. മറ്റൊന്ന്, ഈ തൊഴിലാളികൾക്ക് എല്ലാ വർഷവും 50 രൂപ വീതം വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് ഇവർക്കൊരു ഭേദപ്പെട്ട നിലവാരത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും 10 പൈസ തൊഴിലാളിക്ക് കൂട്ടിക്കൊടുത്തില്ല എന്നുള്ള വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാളും ഗൗരവപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് പാചക തൊഴിലാളികൾക്ക് മിനിമം വേജസ് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ മിനിമം വേജസ് നോട്ടിഫിക്കേഷനിൽ നടപ്പാക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മിനിമം വേതനത്തിൻ്റെ ഷെഡ്യൂളിൽ നിന്ന് പരിധിയിൽ നിന്ന് വരെ ഈ ഗവൺമെൻറ് എടുത്ത് മാറ്റി എന്നുള്ളൊരു വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള തമിഴ്നാട് സർക്കാർ 1,28,130 തൊഴിലാളികളെ, ഉച്ചഭക്ഷണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് അവർക്ക് ഗ്രാറ്റുവിറ്റിയും പെൻഷനും ബോണസും PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് തൊഴിലാളികളെ സംസ്ഥാനത്തിന് സംരക്ഷിക്കാൻ ഒരു നിയമ തടസ്സമില്ല, സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തമിഴ്നാട്. അപ്പോൾ കേരളത്തിലും അതുപോലെ ആ മാതൃക നടപ്പിലാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. പാചക തൊഴിലാളികളെ സ്ഥിര ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. സർക്കാർ ഈ ഒരു വിഷയത്തോട്, അതായത് വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരെ, അതിന് മുന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് ഉച്ചഭക്ഷണ തൊഴിലാളികളോട് സ്വീകരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നോ അതൊക്കെ ഓരോ വിധത്തിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭയിൽ വരെ ഇത് വ്യാപകമായിട്ട് വരികയാണ്. പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടല്ല, ഇടതുപക്ഷ നയത്തിന് ചേരുന്ന നിലപാടല്ല ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതായത് സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നാണ് ഗവൺമെൻറ്. തെറ്റായിട്ടുള്ള കാര്യം. സാമ്പത്തിക സ്ഥിതി മോശമല്ല എന്ന് വാരിക്കോരി കൊടുക്കുന്ന ആളുകളുടെ സാഹചര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ KV തോമസിന് ചോദിക്കുന്നതിലും കൂടുതൽ കാശ്, PSC മെമ്പർമാർക്കും ചെയർമാനും ആവശ്യത്തിലധികം കാശ്, ഗവൺമെൻറ് പ്ലീഡർമാർക്ക് കാശ്, മുഖ്യമന്ത്രിക്ക് എന്താ പറയുക, വാഴ്ത്തുപാട്ട് പാടുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുക. ഈ പാവപ്പെട്ട ഉച്ചഭക്ഷണ തൊഴിലാളികൾക്കില്ല, ആശമാർക്കില്ല, സപ്ലൈകോല ജീവനക്കാർക്കില്ല, 108 ആംബുലൻസുകാർക്കില്ല, പ്രേരകന്മാർക്കില്ല, ആത്മയ്ക്കില്ല, ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് പോലും മര്യാദയ്ക്കില്ല. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഇന്ന് പണിയെടുത്താൽ അല്ലെങ്കിൽ ഇന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നാളെ പട്ടിണി കിടക്കേണ്ടി വരുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് ഈ ഗവൺമെൻറ് ശമ്പളം കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന പാവങ്ങൾക്കായിരിക്കണം. പാവങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഇടതുപക്ഷ നയം ഈ ഗവൺമെൻറ് സ്വീകരിക്കണം. ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ പരിശ്രമിച്ച AITUC സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ധനസ്ഥിതി മോശമാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയാണ് എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. ഇപ്പോൾ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഇതിനൊക്കെ കോടികളാണ് ചെലവഴിക്കുന്നത്.
അല്ല, അതിലൊക്കെ അവർ തന്നെ നിഷേധിക്കുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് പാവപ്പെട്ടവരും ആശമാരും സ്കൂൾ പാചകക്കാരും പൈസ ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ശമ്പളമില്ല, ധനസ്ഥിതി മെച്ചപ്പെടുമ്പോൾ തരാം. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വിഭാഗങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഒരു തടസ്സമില്ലല്ലോ. തന്നെയല്ല ഇപ്പോൾ ഇവർ പറയുന്നു 6 ഇരട്ടിയും വലിയ തരത്തിലുള്ള നികുതി വർധനവുകൾ, നികുതി നിരക്കുകൾ, നികുതി മുഖാന്തരം വരുമാനം ഉണ്ടാക്കിയ സർക്കാരാണെന്ന് അവർ തന്നെ പറയുന്നു. സർക്കാർ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലല്ലാന്ന് മന്ത്രിമാർ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കിയ സർക്കാരാണെന്ന് അവർ തന്നെ പറയുന്നു. ഞങ്ങൾ കാശി ചോദിച്ചാൽ, പാവപ്പെട്ടവർ കാശി ചോദിച്ചാൽ, പട്ടിണിക്കാർ കാശി ചോദിച്ചാൽ കാശില്ല. ആ മറുഭാഗത്ത് അവർ തന്നെ പറയുന്നു ഒരു കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഇതിലെന്തിനായുള്ള ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം ഏകദേശം 71 ദിവസത്തിലധികം കഴിഞ്ഞു, എന്നിട്ടും അവരുടെ വിഷയം പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ സമരത്തോടൊക്കെ ഈ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന, അതിനെയൊക്കെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി മാറി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഞങ്ങൾ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഈ സർക്കാരിനോട്, സർക്കാരിൻ്റെ പ്രവർത്തികളെ കൊണ്ട് പൊറുതിമുട്ടി തോറ്റും തുന്നം പാടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇനി എന്ത് തോൽക്കാൻ, ഇനി ഞങ്ങൾക്ക് ജയിക്കാനുള്ളൂ. പിന്നെ ഇവരും എല്ലാവരും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയുക, തൊഴിലാളി സമരം തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നുള്ളത്. അതൊരു വസ്തുതയാണ് കേട്ടോ. കാരണം ഞങ്ങൾ തോറ്റാൽ, പണിയെടുക്കുന്നവൻ തോറ്റാൽ, പാവപ്പെട്ടവൻ തോറ്റാൽ ഒരു സംശയവും വേണ്ട, സർക്കാർ തോൽക്കും, സർക്കാരാണ് തോൽക്കുക. എൻ്റെ സർക്കാർ, ഞങ്ങളുടെ സർക്കാർ തോൽക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ജയിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ സമരം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ 100% ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തായാലും PSC ചെയർമാനും KV തോമസിനും എല്ലാം തന്നെ വാരിക്കോരി പണം കൊടുക്കുമ്പോൾ അടിസ്ഥാന വർഗത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന പിണറായി സർക്കാർ എങ്ങനെയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.